നമസ്കാരം. ഇപ്പോൾ അതെ ഹൈക്കോടതിയുടെ വളരെ രസകരമായ ഒരു വിധി വന്നിരിക്കുന്നു. അതായത് കരിങ്കൊടി പ്രതിഷേധത്തിന് യാതൊരു വിലക്കുമില്ല. കരിങ്കൊടിയെയോ മറ്റേത് നിറത്തെയോ പ്രതിഷേധത്തിന്റെ സൂചനയായി കാണേണ്ടതില്ല. അതൊരു അപകീർത്തികരമോ അപമാനിക്കലോ അല്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമുക്കറിയാം ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയന് ഏറെക്കാലമായി ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കറുത്ത വസ്ത്രങ്ങളോട് കറുത്ത നിറത്തോട് തന്നെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന കറുത്ത കാറിലാണെങ്കിൽ പോലും കറുത്ത നിറത്തോട് കറുത്ത വസ്ത്രമിട്ട് കുട്ടികൾ സ്കൂളിൽ വരാൻ പാടില്ല, താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രമിട്ടുകൊണ്ട് ഒരാളും പങ്കെടുക്കരുത്, കോളേജുകളിൽ പങ്കെടുക്കരുത് എന്ന് വേണ്ട കർശനമായ കറുപ്പിനോട് പുച്ഛം, കറുപ്പിനോട് വെറുപ്പ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ കാര്യമായി നവകേരള സദസ്സിന്റെ ബസ് അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങനെ ഓടിത്തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ നമ്മൾ ഉയർന്നു കേട്ട ഒരു വാക്കാണ് കരിങ്കൊടി പ്രതിഷേധം. ഇതിനു മുമ്പും ഉമ്മൻചാണ്ടി അടക്കം കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. DYFI പ്രവർത്തകർ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല മന്ത്രിമാരെയും കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കൂത്തുപറമ്പ് സംഭവം നടക്കുന്ന സമയത്ത് പോലും കരിങ്കൊടിയുമായി പ്രതിഷേധത്തിന് ആളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടന്നു എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോൾ ഈ കരിങ്കൊടി എന്ന് പറയുന്നതിനെ ഒരു പ്രതിഷേധ സൂചകമായി കാണുകയും DYFI ഗൂൺസ് എന്ന് വിളിച്ചിട്ട് പോയ ഒരാളാണ് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ഇങ്ങനെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും ഇതിനോട് ഭയങ്കരമായ അലർജിയാണ് കറുപ്പിനോട്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ നമുക്കറിയാം ഇറങ്ങി വന്നിട്ട് ഡോറ് തുറന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി വന്ന് ഒരു ചീപ്പ് ഷോ ഒക്കെ അവിടെ കാണിച്ചിട്ടാണ് പോയത് അവിടുത്തെ കരിങ്കൊടി കാട്ടിയവരോട്. അപ്പം ആ സമയത്ത് കരിങ്കൊടി ഈ പ്രശ്നം നടക്കുന്ന സമയത്താണ് അന്ന് ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുക, ഹെൽമെറ്റ് ഊരി തലക്കടിക്കുക. ഇതിനെയൊക്കെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ്. അതായത് ഓടി വരുന്ന ബസ്സിന്റെ മുന്നിലേക്ക് കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് നേരിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അവരെ ബസ് ഇടിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ തലയ്ക്ക് ചെടിച്ചണ്ടി കൊണ്ട് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ജീവൻ രക്ഷപ്പെടുമല്ലോ. ബസ് കയറി ചാവുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു ചെറിയ ഒരു അടി. നമ്മുടെ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന പോലെ ചെറിയ ഒരു അടി കിട്ടുന്നത് നല്ലതാ, അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അപ്പോൾ ആ രീതിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നടത്തി കരിങ്കൊടിയോട് വിദ്വേഷം കാട്ടി. നമുക്കറിയാം അവിടെ വെച്ച് എന്താ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ഇൻഡിഗോ ഫ്ലൈറ്റുമായിട്ട് നമ്മുടെ EP ജയരാജൻ സഖാവ് പിണങ്ങിയത്. ഞാൻ ഇനി കയറുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് അതിനുശേഷം ഇൻഡിഗോ ഫ്ലൈറ്റ് ഈ കേരളത്തിൽ നിന്ന് പറന്നിട്ടേ ഇല്ല, കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടേ ഇല്ല, തിരുവനന്തപുരത്ത് നിന്ന് അതൊന്നും ഉയർന്ന് പൊങ്ങിയിട്ട് പോലും ഇൻഡിഗോ ഫ്ലൈറ്റ്. അതൊക്കെ ഇപ്പൊ പൊടി പിടിച്ച് എവിടെയോ കിടക്കുകയാണ്, തുരുമ്പൊക്കെ എടുത്ത്. കാര്യം എന്താ, നമ്മുടെ EP സഖാവ് അതിനെ ബഹിഷ്കരിച്ചു. ഞാൻ ഇനി മേലെ അതിൽ യാത്രയില്ല എന്നായിരുന്നു. പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ ആ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ കരിങ്കൊടി പ്രതിഷേധിക്കുന്നുകൊണ്ട് തെറ്റില്ല എന്നും അതിനെ ഒരു അപകീർത്തികരമോ അപമാനിക്കലോ ആയി കാണാൻ സാധിക്കില്ല. അതൊരു പ്രതിഷേധം മാത്രമാണ്. ഒരാളുടെ നിലപാടുകളോട് നയങ്ങളോട് എതിർപ്പുള്ളവർ അദ്ദേഹം പോകുന്ന വഴികളിൽ കറുത്ത തുണി പൊക്കി കാണിക്കും, അത് സ്വാഭാവികം. നമുക്കറിയാം മറിയ ചേട്ടത്തിയെ നമുക്കറിയാം അല്ലേ, അവർക്ക് പെൻഷൻ വൈകി കഴിഞ്ഞപ്പോൾ മറിയ ചേട്ടത്തി ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. കറുത്ത അടിവസ്ത്രം മൂരി പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ. ആ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കറുത്ത നിറത്തോട് നമ്മൾ അങ്ങനെ ഒരു പുച്ഛം കാണിക്കേണ്ട. ഈ കറുത്ത വസ്ത്രം ഊരി കാണിച്ച മറിയ ചേട്ടത്തി പിന്നീട് K. സുധാകരൻ്റെയൊക്കെ അടുത്ത ആളായി മാറുന്നത് നമ്മൾ കേരളത്തിലുള്ളവർ കണ്ടതാണ്. അപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം എന്തുകൊണ്ടും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഒരിക്കലും ഇനിയെങ്കിലും മുഖ്യമന്ത്രിക്ക് ഭയക്കാതെ മറ്റുള്ളവരെ ചീത്ത വിളിക്കാതെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്താതെ യാത്ര ചെയ്യാൻ റോഡിലൂടെ. അതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർക്ക് ഇനി ആരെയും ഈ കറുത്ത തുണി പൊക്കി കാണിക്കുന്നവരെയൊക്കെ ഗൂൺസ് എന്ന് വിളിച്ച് അല്ലെങ്കിൽ ഗുണ്ടകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പരിപാടി നിർത്താം. ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇറങ്ങിയ DYFI പ്രവർത്തകർക്ക് ഇനി മനസ്സമാധാനമായി ഒരിടത്തിരിക്കാം, ജീവൻ രക്ഷിക്കേണ്ട ആരുടെയും. അപ്പോൾ കരിങ്കൊടി കാട്ടുന്നവരോട് ഇനിയും ഒരു മൃദു സമീപനം പുലർത്തേണ്ടതും ആവശ്യമാണ്.